ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ടാരോട്ട് യൂണിവേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു ഹീലിംഗ് നിങ്ങളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള റീഡിംഗ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പതിവ് പോലെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസും നിങ്ങൾ അറിയിക്കണം. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അപ്പോൾ നമ്മളുടെ ആദ്യത്തെ കാർഡ് 9 ഓഫ് സോർഡ്സ് ആണ്. നിങ്ങളിപ്പോൾ ശരിക്കും സമ്മർദ്ദം അനുഭവിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അത് ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ നിങ്ങളെ നിരന്തരമായൊരു ആങ്സൈറ്റി സ്റ്റേറ്റിലേക്കാണ് നയിക്കുന്നത്. കാരണം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് സ്ട്രെസ്സ് വന്ന് പിന്നെ നമ്മളതൊരു ആങ്സൈറ്റിയിലേക്ക് പോവുകയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു സ്റ്റേജിൽ കൂടിയാണ്. നിങ്ങളിപ്പോൾ ശരിക്കും ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി, അതുപോലെ നല്ല നല്ല റിലേഷൻഷിപ്സ്, നല്ല ഫാമിലി ലൈഫ്, ഇതൊക്കെയാണ് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ശരിക്കുമുള്ള ആഗ്രഹങ്ങൾ. ഇങ്ങനെയൊക്കെ ഉള്ള ഓരോ കാര്യങ്ങൾ സംഭവിക്കണം എന്നാണ് നിങ്ങൾ ശരിക്കും ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന പുതിയ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് യാതൊരുവിധ ഐഡിയയുമില്ല. അപ്പോൾ ഈ വ്യക്തി എന്ന് പറഞ്ഞത് ഒരു വിശ്വാസത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസിൻ്റെയൊക്കെ സ്ഥാനം വഹിക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്കുള്ളിലൊരു വിശ്വാസം ഉണ്ടാക്കാനും നിങ്ങളെ അത് ഇൻഫ്ലുവൻസ് ചെയ്യാനും ഒക്കെ ഈ വ്യക്തിക്ക് ഒരു സ്ഥാനമുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്യൂച്ചറിനെ നല്ലതാക്കുന്നതിനും ചീത്തയാകുന്നതിനും ഈ വ്യക്തിയുടെ സ്വാധീനം നിങ്ങൾക്ക് നല്ലതുപോലെ നിങ്ങളെ സ്വാധീനിക്കും. ഈ വ്യക്തി അങ്ങനെ അതിനുവേണ്ടി നിങ്ങളെ അല്ലെങ്കിൽ നല്ലതാകുന്നതിനും ചീത്തയാകുന്നതിനും ഏതിനാണെങ്കിലും നിങ്ങളിൽ നല്ല സ്വാധീനം ഈ വ്യക്തിക്ക് ഉണ്ട്. ശരിയായ പാതയിലൂടെ നിങ്ങളെ നയിക്കാൻ സഹായിക്കുന്നതിന് നിങ്ങൾക്ക് ധാരാളം ഓപ്ഷൻസ് അവൈലബിൾ ആണ്. പക്ഷെ നിങ്ങൾക്കതിൽ വിശ്വാസം വേണം. അങ്ങനെ ഓപ്ഷൻസ് ഉള്ളപ്പോൾ നമ്മളതിൽ നന്നായിട്ട് വിശ്വസിക്കണം. എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ചോയ്സ് നിങ്ങളെ ശരിയായ പാതയിലേക്ക് നയിക്കുമെന്ന വിശ്വാസം. അതായത് നിങ്ങളിപ്പോൾ ഒരു കാര്യം ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ നല്ലതിലേക്കാണ് നയിക്കുന്നത് എന്നുള്ള വിശ്വാസം നിങ്ങൾക്ക് വേണം. അല്ലാതൊരു കാര്യം ചൂസ് ചെയ്തിട്ട് അതെനിക്ക് നല്ലതാവോ അല്ലയോ എന്നുള്ളൊരു അവിശ്വാസം ഉണ്ടെങ്കിൽ നമ്മളെന്താണ് വിശ്വസിക്കുന്നത് അത് തന്നെ നമ്മളായി തീരുമെന്ന് പറയുന്നത് പോലെ നിങ്ങളെ ആ അവസ്ഥയിലേക്ക് നയിക്കും. പാസ്റ്റിനെ കുറിച്ച് നിങ്ങൾ ധാരാളം ചിന്തിക്കും. പിന്നെ ടെൻഷൻ അടിച്ച് തളർന്നു പോകാനുള്ള ഒരു ടെൻഡൻസി എപ്പോഴും നിങ്ങൾക്ക് നല്ലതുപോലെ തന്നെ ഉണ്ട്. കുറച്ചു കാലം മുൻപ് നല്ലൊരു ഡിസിഷൻ എടുക്കാമായിരുന്നു എന്നും അത് എടുത്തിരുന്നുവെങ്കിൽ ഇതിലും നല്ലൊരു അവസ്ഥയിൽ നമുക്ക് ജീവിക്കാമായിരുന്നു എന്നുമൊക്കെ നിങ്ങൾക്ക് തോന്നും. നിങ്ങൾ നിരവധി പ്രശ്നങ്ങളോട് കടന്നു പോയിട്ടുണ്ട്. എന്നാൽ വിജയം നിങ്ങളുടെ അടുത്തെത്തിയിരിക്കുന്നു. എന്തൊക്കെ പ്രശ്നങ്ങൾ നിങ്ങളുടെ വഴിയിൽ ഉണ്ടായാലും വിജയം നിങ്ങളുടെ കൂടെ തന്നെയായിരിക്കും.